കാണിച്ചവരാണല്ലോ മാർട്ടിനസ്. പലതവണ നമ്മളത് കണ്ടിട്ടുണ്ട്. കോപ്പ അമേരിക്കയിലും വേൾഡ് കപ്പിലും അടക്കം വമ്പൻ സ്റ്റേജുകളിൽ അദ്ദേഹം മിന്നിക്കെത്തുന്നത്. അത് തന്നെ അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നു. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ബയൺ മ്യൂണിക്കിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് ആസ്റ്റൺ വില്ല തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പുറകിൽ എമി മാർട്ടിനസിന്റെ വീണ്ടും സേവുകളാണ്. അവസാന ഘട്ടത്തിലടക്കം അദ്ദേഹം നടത്തിയ തീ പാറുന്ന സേവ്, 7 കിടിലൻ സേവുകളാണ് എമിലിയാനോ മാർട്ടിനസ് നടത്തിയത്. അതിന്റെ ബലത്തിൽ തന്നെയാണ് ഏകപക്ഷീയമായ ഒറ്റ ഗോളിന് ആസ്റ്റൺ വില്ല ബയൺ മ്യൂണിക്കിനെ പരാജയപ്പെടുത്തിയത്. ജോൺ ഡ്യൂറൻ ആണ് അവരുടെ വിജയ ഗോൾ കണ്ടെത്തിയത്. ആസ്റ്റൺ വില്ലയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ കളിക്കളത്തിലേക്ക് ഇറങ്ങിയത് വാറ്റ്കിൻസും റാംസിയും റോജേഴ്സും ഒക്കെ ഒരുമിച്ചാണ്. മറുഭാഗത്ത് ഹാരി കെയ്ൻ, കിങ്സ്ലി കോമൻ, ഒലീസെ, സെർജിനാബ്രി അങ്ങനെ വമ്പന്മാർ അണിനിരത്തിക്കൊണ്ട് ബയൺ മ്യൂണിക്കും ആദ്യ പകുതിയിൽ ഗോൾ രഹിതമായിട്ട് അവസാനിച്ചപ്പോൾ രണ്ടാം പകുതിയിൽ 79-ാമത്തെ മിനിറ്റിലാണ് ജോൺ ഡ്യൂറനിലൂടെ ആസ്റ്റൺ വില്ല ലീഡെടുക്കുന്നത്. തിരിച്ചടിക്കാനുള്ള ശ്രമം അവസാന ഘട്ടത്തിൽ പോലും നടത്തിയതാണ് ബയൺ മ്യൂണിക്ക്. പക്ഷേ എമി മാർട്ടിനസ് ഒന്ന് നിശ്ചയിച്ചുറപ്പിച്ച് ഗോൾ വലയത്തിന് മുന്നിൽ നിന്നാലുണ്ടല്ലോ, പിന്നെ ആ വലയിലേക്ക് പന്തെത്തിക്കുക എന്നുള്ളത് അസാധ്യമാണ്. അതൊരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഏകപക്ഷീയമായ ഒറ്റ ഗോളിന്റെ വിജയം. ആദ്യത്തെ 2 മത്സരങ്ങളും UCL വിജയിച്ച് ഇപ്പൊ ആസ്റ്റൺ വില്ല 6 പോയിന്റോടെ പോയിന്റ് പട്ടികയിൽ 6ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ബയണിന് 2 കളികളിൽ നിന്ന് 3 പോയിന്റ്. അവരിപ്പോ 15ാം സ്ഥാനത്താണ്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി